നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ MA യൂസഫ് അലി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപ്രതീക്ഷിതമായുണ്ടായ യന്ത്രത്തകരാറിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം പനങ്ങാട് ഭാഗത്ത് ചതുപ്പിൽ ഇടിച്ചിറക്കേണ്ടി വന്നത്. യന്ത്രത്തകരാർ മൂലം നിയന്ത്രണം വിടുമെന്ന ഘട്ടത്തിലാണ് ഹെലികോപ്റ്റർ ചതുപ്പിൽ ഇടിച്ചിറക്കിയത്. യൂസഫ് അലിയെ കൂടാതെ ഭാര്യ ഷാബിറയും 3 സെക്രട്ടറിമാരും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. അപകടത്തിൽ ആർക്കും തന്നെ കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. ദൈവം അവിടെ കൊണ്ടിറക്കിയതുപോലെയാണ് തോന്നിയത്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്നുമാണ് മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തെക്കുറിച്ച് യൂസഫ് അലിക്ക് പറയാനുള്ളത്. ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ യൂസഫ് അലിയും കുടുംബവും അബുദാബിയിലേക്ക് മടങ്ങി. അബുദാബി രാജകുടുംബമാണ് വിമാനം അയച്ചത്. യൂസഫ് അലിയുടെ തുടർ ചികിത്സ വിദേശത്തായിരിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചു. ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ സന്ദർശിക്കാൻ കൊച്ചു കടവന്ത്രയിലെ വീട്ടിൽ ഹെലിപ്പാഡിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു യൂസഫ് അലി. ബന്ധുവിനെ സന്ദർശിച്ച് മടങ്ങവെയാണ് പനങ്ങാട് ഫിഷറീസ് സർവകലാശാലയുടെ ഗ്രൗണ്ടിന് സമീപത്തെ തകരാർ സംഭവിച്ചത്. പെട്ടെന്ന് മഴ പെയ്തതും കാറ്റടിച്ചതും പ്രതികൂലമായെങ്കിലും ഹെലികോപ്റ്റർ 600 മീറ്ററോളം മാറി ചതുപ്പിൽ ഇറക്കുകയായിരുന്നു. ചതുപ്പ് നിലമായതിനാൽ ഇടിച്ചു നിൽക്കുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിഞ്ഞു. എമർജൻസി വാതിലിലൂടെയാണ് എല്ലാവരും പുറത്തിറങ്ങിയത്. അതേസമയം കഴിഞ്ഞ ദിവസം അബുദാബിയിൽ ഉന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡിന് യൂസഫ് അലി അർഹനായതിന്റെ സന്തോഷത്തിലായിരുന്നു നാട്ടികക്കാർ. അബുദാബിയുടെ വാണിജ്യ വ്യവസായ മേഖലകളിൽ നൽകിയ സംഭാവനകൾക്കും ജീവകാരുണ്യ രംഗത്ത് നൽകുന്ന മികച്ച പിന്തുണയ്ക്കുമുള്ള അംഗീകാരമായാണ് അബുദാബി അവാർഡിന് യൂസഫ് അലി അർഹനായത്. അബുദാബി അൽ ഹുസൻ പൈതൃക മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പുരസ്കാരം യൂസഫ് അലിക്ക് സമ്മാനിച്ചു. ഇതിനെ തുടർന്ന് നാട്ടിലെത്തിയ യൂസഫ് അലിയും ഭാര്യയും അടുത്ത ബന്ധുവിനെ കാണാൻ കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് ഞായറാഴ്ച രാവിലെയാണ് വീട്ടിൽ നിന്നും ഹെലികോപ്റ്ററിൽ പോയത്. ഇതിനിടെയാണ് അപകടം സംഭവിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.